തുടർഭരണം എന്തായാലും ഉണ്ടാവില്ല. കാരണം 10 കൊല്ലം ഭരിച്ചല്ലോ. 10 കൊല്ലം ഭരിച്ചതിൻ്റെ എല്ലാ ഘടികാര്യസ്ഥതയും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ ഇപ്പോൾ അടുത്ത ദിവസം ഷാബി കഴുത്ത് പിടിച്ചേക്കി കൊല്ലും, അത് ഉറപ്പാണ്. കാരണം ഒരു ഞെക്കിന് മറ്റേയാളെ ഒഴിവായി പോയെങ്കിൽ അടുത്ത ഞെക്കാരനാണ് സതീശൻ്റെ ഞെക്കും ഉറപ്പാണ് ഷാബി പറമ്പിൽ. എൻ്റെ ഒരു സാധ്യത അത് പറയാൻ പറ്റില്ല. അത് കെ രമയാണല്ലോ ഇപ്പോൾ അധികാരത്തിൽ വീണ്ടും വരുമെന്ന് പറയുന്നു. ചന്ദ്രനെ പറ്റി എന്താ അഭിപ്രായം? നല്ല ആളാ, എല്ലാവർക്കും നല്ല കഴിഞ്ഞ സാമ്പാറും ചോറില്ലേ, ഇപ്പൊ നല്ല വെജിറ്റബിൾ ബിരിയാണി റൈസ് അങ്ങനെയെല്ലാം വന്നില്ലേ, നല്ല. നമ്മളെ ആവശ്യം എന്ന് വെച്ചാൽ ഈ കേന്ദ്രത്തോട് അനുമാനമുള്ള ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വന്നാലേ കേരളത്തിനൊരു തനതായ ഒരു മാറ്റം ഉണ്ടാവും. കാരണം കേന്ദ്രത്തിൻ്റെ പല ബഡ്ജറ്റുകളും അല്ലെങ്കിൽ പല സംഗതികളും കേരളത്തിലേക്ക് അത് എത്തിപ്പെടുന്നില്ല. UDF പിള്ളേർക്ക് ഒരു ടിക്കറ്റ് വിറ്റാൽ 12 രൂപ പോയിട്ടായിരുന്നു, ഇപ്പോൾ 6.50. തുടർഭരണം വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ്. LDF സർക്കാർ ആകുന്നത് പറയുന്നത് ചെയ്യൂ, അതാണ് മുഖ്യമന്ത്രി. 2026 നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. വടകരയുടെ പൾസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഏട്ടാ, അപ്പം നമ്മളൊരു ഇലക്ഷനും കൂടെ നേരിടാൻ പോവാണ്. അപ്പം കേരളത്തിലൊരു ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഭരണ തുടർച്ച ഉണ്ടാകണ്ടേ, എന്നാലേ തുടങ്ങി വെച്ച കാര്യങ്ങളിലും വീണ്ടും പൂർത്തീകരിക്കണ്ടേ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഭരണ തുടർച്ച ഉണ്ടാവണം. നടക്കുന്ന നല്ല കാര്യങ്ങളിലെല്ലാം ചെയ്തത്, അപ്പോൾ അതിപ്പം ഇല്ലാതാക്കുന്ന ഭരണ തുടർച്ച ഇല്ലെങ്കിൽ അതെല്ലാം ഇല്ലാണ്ടായി പോകുന്ന സംഭവങ്ങളല്ലേ ഉണ്ടാകുന്നത്. പല കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? പ്രതിപക്ഷത്തെ പറഞ്ഞോട്ടെ, അയാൾ പിന്നെ ഇങ്ങനെ പറയലല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. പ്രതിപക്ഷത്തിൻ്റെ പണി തന്നെ അതന്നെയല്ലേ, എഴുത്ത് പണിയാന്നുള്ളത്. പക്ഷേ ജനങ്ങൾക്ക് അറിയാമല്ലോ സംഭവം സത്യം എന്താണെന്നുള്ള കാര്യം. എന്തായാലും ഭരണ തുടർച്ച ഉണ്ടാകും. വടകരയിലൊരു LDF MLA ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? വടകരയിൽ LDF MLA ആവശ്യമാണ്. കാരണം വടകരയിലെ വികസനത്തിന് വേണ്ടി LDF MLA തന്നെ വരണം. കാരണം ഇപ്പോഴത്തെ MLA എന്താ പറയേണ്ടത്, ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണുള്ളത്. ആര് ഭരിക്കുമെന്ന് പ്രവചിക്കാനൊന്നും ആവില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷം തന്നെ വരണം എന്നാണ്. ഇടതുപക്ഷത്തിന് ഒരുപാട് പോരായ്മകളൊക്കെ പറയാനൊക്കെ ഉണ്ടാവും, പക്ഷേ തമ്മിൽ ഭേദം എപ്പോഴും ഇടതുപക്ഷം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. 10 വർഷം ഞാൻ അനുഭവിച്ചില്ലേ? അതെ, അത് മാറ്റം വരണം, കേരളത്തിൽ. അത് നിങ്ങളെ അഭിപ്രായം. ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്, അത് നമ്മൾ മറക്കാൻ പാടില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട്, നാട്ടിന് ഒരുപാട് മാറ്റിയിട്ടുണ്ട്, ഗംഭീരമായ മാറ്റം കാണാൻ കഴിയും. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടി മാത്രം നോക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ പ്രതികരണങ്ങൾ. അതല്ല, നമ്മൾ കണ്ണു തുറന്ന് നോക്കണം, അപ്പോൾ ഒരുപാട് മാറ്റമില്ലേ, അതുണ്ട്. അത് നിലനിർത്തണം. ഇപ്പോഴുള്ള പോരായ്മ ഒരുപാടുണ്ടാവാം, ഒക്കെ പരിഹരിക്കുകയും വേണം. അങ്ങനെയല്ലേ ഉണ്ട്. തുടർഭരണം വന്നാൽ അത് മോശമാവും എന്നുള്ളൊരു അഭിപ്രായം ഇപ്പം പറയുന്നവരുണ്ട്. അപ്പം അതിനോട് ചേട്ടൻ്റെ പ്രതികരണം എന്താണ്? അല്ല, അതൊക്കെ ഇപ്പോൾ സച്ചിദാനന്ദനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വലിയ കവിയൊക്കെ അല്ലേ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. എന്നാലും മറ്റേത് ഒരു UDF പോലെയുള്ള ആൾക്കാർ വന്നിട്ട് നമ്മൾ എത്രയോ കണ്ടതല്ലേ UDF ഭരണം, അതിനേക്കാൾ നല്ലത് ഇത് തന്നെ വരുന്നത് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. ആവർത്തന വിരസതൻ്റെ അല്ലെങ്കിൽ ഒരേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു ജീർണതയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയല്ലോ, അത് ഉൾക്കൊള്ളുക, ഇടതുപക്ഷം അത് ഉൾക്കൊള്ളുക അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നല്ലത്. അതുകൊണ്ട് അതിന് തവണകൾ കൂടുതലായി പോയതുകൊണ്ട് പ്രശ്നം അങ്ങനെ വിചാരിക്കുന്നില്ല. അത് ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ഒരു വികസനം നാട്ടിനും എല്ലാം ചേർത്ത് പിടിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോയാൽ കുഴപ്പമൊന്നും ഉണ്ടാകും. കേരളത്തിലെ മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ലുണ്ട്. ഭരണത്തിനെ പറ്റിയിട്ട് കേരളത്തിൽ വന്നതിന് ശേഷം എന്താ തോന്നിയിട്ടില്ലേ കേരളത്തിനെ പറ്റിയിട്ട്? ഇല്ല, നല്ലുണ്ട്. ബിഹാർ ശരിയില്ല. സുഹൃത്തിന് എത്ര വയസ്സായി? 19. ലോക്ക് ഷെഡിങ് എന്നൊരു സാധനം ഇനി കണ്ടിക്കോ? ഇല്ല, അനുഭവിച്ചിട്ടില്ലല്ലോ. ലോക്ക് ഷെഡിങ് ഒക്കെ അനുഭവിച്ച ആൾക്കാരാണ്. ഇനി 10 കൊല്ലം ഇതൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ഈ 10 കൊല്ലം 10 വയസ്സായവർക്ക് ഇത് എന്തെന്നാന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ കടന്നുപോയ 10 വർഷമാണ്. ഈ പഠിച്ച 10 കൊല്ലം സ്കൂൾ പുസ്തകം കിട്ടാത്തൊരു കാലം എനിക്കുണ്ടാവില്ല. മറ്റു കുട്ടികൾ 10 കൊല്ലം മുമ്പിട്ട് കുട്ടികൾ അതിൻ്റെ മുമ്പേ ഉള്ള വിദ്യാഭ്യാസ മന്ത്രി റബ്ബ് ഉള്ള കാലത്ത് സ്കൂളിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടാണ് പഠിച്ചത്. ആ ഒരു അനുഭവം കുട്ടികൾക്കില്ല. ഓണം നേരത്തെ വന്നതുകൊണ്ടാണ്. അതെ, അങ്ങനെയുള്ള ഒരു കാലഘട്ടം മാറി. അതായത് നമ്മൾ വിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെൻറ്റും കൂടി വരണം നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഇതൊരു തുടർ പ്രവർത്തനമാണ്. ഒരു 5 കൊല്ലം കൊണ്ട് ഭരിച്ചിട്ട് വേറൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അതൊരു ഉപകാരത്തിലെത്തലില്ല. അതുകൊണ്ടാണ് ഈ 10 കൊല്ലം ഈ ഗവൺമെൻറ്റിന് തുടരാൻ കഴിഞ്ഞുകൊണ്ടാണ് ഇത്ര വലിയൊരു പെർഫോമൻസ് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഒരു 5 കൊല്ലം കൂടി കഴിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നമുക്ക് തരുന്ന ഉറപ്പെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇതിലേക്കല്ല നമ്മളെ ആരോഗ്യ നിലയും വിദ്യാഭ്യാസ നിലയും മറ്റ് വികസിത രാഷ്ട്രങ്ങളിലുള്ള സമാനമായിട്ടാണ് ഇനി വരികയും പോകുന്നത്.
ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും എത്തിയിട്ടില്ല. നമ്മൾ അതിദരിദ്ര നിർമ്മാർജ്ജനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ലോകോത്തര രാഷ്ട്രങ്ങളുടെ തത്തുല്യമായ രീതിയിലേക്ക് വന്നിട്ടില്ല. ഈ 31 നമ്മൾ അങ്ങനെ എത്തിപ്പെടും എന്നുള്ളൊരു ഉറപ്പ് ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകന്മാർ എന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. ഇത് നമ്മൾ 31 എത്തുമ്പോൾ നമ്മൾ ലോകോത്തരമായ ഒരു സമൂഹത്തിന് സമാനമായിട്ട് കേരളത്തിലൊരു ജനതയുണ്ടാവും. അതുണ്ടാവരുത് എന്ന് വിചാരിക്കുന്നത് മറ്റ് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകാരും ഒറ്റക്കെട്ടായിട്ട് ഒരിക്കലും തീരുമാനമുണ്ട്. എന്താ ഇന്ത്യ കേരളത്തിലല്ലേ, അല്ല കേരളം ഇന്ത്യയിലല്ലേ, ഒരു മാത്രം വികസിച്ചാൽ മതിയോ? അത് ഒരങ്ങനെ വികസിക്കാൻ പാടില്ല. വികസിച്ചാൽ അവിടെയുള്ള ആൾക്കാരെ, രാഷ്ട്രീയക്കാരെ ആര് കുറ്റം പറയൂ? അവിടുത്തെ സംസ്ഥാനത്തുള്ള ആൾക്കാർ പറയൂ. അതുകൊണ്ടാണ് ഒരിക്കലുള്ള ബേജാറ്. കേരള സ്റ്റോറിയൊക്കെ കാണുന്നില്ലെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമൂഹം വളർന്നു വരുന്നത് മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിലൊന്നുമല്ലേ കാര്യങ്ങൾ. അതിൻ്റെ ഒക്കെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ അത്രയും കോടി ഉറുപ്പ്യ വിദേശത്തു നിന്നുള്ള നിക്ഷേപം വന്നിട്ടുണ്ട്. അത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്ത് ചെയ്യണം? തകരണം. ഇല്ലെങ്കിൽ നമ്മളെ അമേരിക്കൻ ഹോസ്പിറ്റലാണ് നമ്മളെ ബേബി മെമ്മോറിയൽ എടുത്തത്. ബേബി മെമ്മോറിയൽ ആ പൈസയും കൊണ്ടാണ് വടകര വന്നത്. ഇതൊക്കെ മറിച്ച് ഒരേ മേശയിലേക്ക് തന്നെ വരണേ എന്ത് ചെയ്യണോ? വടകര ഹോസ്പിറ്റലും നശിക്കണം, നമ്മളെ മെഡിക്കൽ കോളേജുകളും നശിക്കണം, നമ്മളെ പൊതു ആരോഗ്യ മേഖല തകരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന കോപ്രായങ്ങൾ. അതിലൊന്നും ആരും ഒന്നും വീണുപോർത്തും കൂടി നമുക്ക് പറയാനുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? SFI ഉണ്ടാക്കിയ ഒരു വലിയൊരു പരിപാടിയില്ലേ ഇപ്പോൾ, നുണമത്സരം. അതിലിപ്പോൾ അയാളെ തോൽപ്പിക്കാൻ SFIക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ നേരത്തെ പറഞ്ഞല്ലേ ഞാൻ അത്യാവശ്യം നുണയൊക്കെ പറയുമെന്ന്. അതുകൊണ്ട് അയാൾ പറയുന്നത് എടുക്കുമൊന്നും വേണ്ട. അയാളെ ഒരു തൊഴിലാണ്. കാരണം അയാളെ ഇപ്പോൾ അടുത്ത ദിവസം ഷാബി കഴുത്ത് പിടിച്ചേക്കി കൊല്ലും, അത് ഉറപ്പാണ്. കാരണം ഒരു ഞെക്കിന് മറ്റേയാളെ ഒഴിവായി പോയെങ്കിൽ അടുത്ത ഞെക്കാരനാണ് സതീശൻ്റെ ഞെക്കും ഉറപ്പാണ്. ഷാബി പറമ്പിൽ LDF MLA വരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരും. വരാണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? വരണ്ടേ? എല്ലാ മേഖലയിലും ഇവിടെ ഇപ്പോൾ ഈ LDF സർക്കാർ ആരോഗ്യ മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, പിന്നെ കുടിവെള്ളം, പാർപ്പിട, ഏത് മേഖലയായിക്കോട്ടെ, ഏത് മേഖലയിലാണ് വികസനം കൊണ്ടുവരാത്തത്, ഏത് മേഖലയാണ് ഉയർന്നു വരാത്തത്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വടകരയും നല്ല മാറ്റങ്ങൾ LDF സർക്കാരിൻ്റെ MLA എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ സർക്കാർ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വടകരയിൽ MLA മാറും. LDFൻ്റെ ഒരു MLA വടകരയും ഉണ്ടാകും. വടകരയുള്ള MLA മാറണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലുള്ളവർ ഒരു രൂപ ഇതുവരെ MLA ഫണ്ടെന്ന് മുനിസിപ്പാലിറ്റിയിലെ പ്രദേശത്തേക്ക് ഈ MLA മാറ്റിവെച്ചിട്ടില്ല. ഒരു രൂപ പോലും. MLA-മാർക്ക് ഇത്ര ലക്ഷം ഉറുപ്പിക ഉണ്ടാവില്ലേ MLA ഫണ്ട്, അത് മറ്റു പല പഞ്ചായത്തുകളിൽ ഉപയോഗിക്കാമെന്നല്ലാണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു ഉറുപ്പ്യ പോലും ഈ MLA വെച്ചിട്ടില്ല. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. ഒരു സർവേയും കൂടി ആരോടങ്ങ് ചോദിച്ചു നോക്കും. നിങ്ങളൊന്ന് പോകുമ്പോൾ എത്ര ഉറുപ്പ്യ ഈ MLA ഫണ്ടെന്ന് വടകര മുനിസിപ്പാലിറ്റിയിലേക്ക് വേണ്ടി ചിലവാക്കിയിരുന്നു? ഇല്ല, ചിലവാക്കൂല. കാരണം വടകര മുനിസിപ്പാലിറ്റിയിലേക്ക് ഫണ്ട് വന്നാൽ വടകര വികസിക്കും. വടകര വികസിച്ചാൽ അത് MLA-നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരു രൂപ MLA ഫണ്ടെന്ന് വെച്ചിട്ടില്ല. ഒരു റോഡിന് വെച്ചിട്ടില്ല, കുടിവെള്ള പദ്ധതിക്ക് വെച്ചിട്ടില്ല. 2 കോടി ഉറുപ്പിക മുനിസിപ്പാലിറ്റീൻ്റെ പുതിയ സ്റ്റാൻഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചിട്ട് ആ ഫണ്ട് ലാപ്സായതാണ്. അതായത് നമ്മൾ ഡെവലപ്മെൻറ്റ് ഫോറത്തിലെ ആൾക്കാരാണ്, നമുക്കിത് വ്യക്തമായിട്ട് അറിയാം ഇതിനെപ്പറ്റി. സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടും ആ സ്റ്റേഡിയം പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് MLA-നെ സന്ദർശിച്ചിട്ട് വടകര മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് മാത്രം അതിന് ഫണ്ട് പാസ്സായി കൊടുത്തിട്ടില്ല. വടകര മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഒരു ഫണ്ടും MLA എന്നുള്ള രീതിയിൽ നൽകിയിട്ടില്ല. UDF വരുന്നതായിരിക്കും. UDF അത് എല്ലാവർക്കും എല്ലാവർക്കും ഗുണത. നമുക്ക് UDF ഉള്ളേരത്ത് ഒരു ടിക്കറ്റ് വിറ്റാൽ 12 രൂപ പൈസ ഇട്ടു. ഇപ്പോൾ 6.50. തുടർഭരണം വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇനി അത്രയും ഭരണത്തിലെ കാഴ്ചവെച്ച് 10 വർഷമായിട്ട് UDF പോകുമ്പം 18 മാസത്തെ പെൻഷൻ പോലും ബാക്കി വെച്ചാൽ മതി. ഇത്ര കടും പറഞ്ഞ സംഗതി ഒന്നും ചെയ്തിട്ടില്ല. റോഡ് അതിന് പലതും ബാക്കിയില്ല. 100% ചെയ്തിട്ടാണ് 10 വർഷം ആക്കുന്നത്. അതാണ് ഏറ്റവും ഇത്. കാരണം വെച്ചാൽ UDF പറഞ്ഞ വാക്ക് ഇപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പറയാൻ പറ്റിയത് വെറും എതിരായിട്ട് പറയുന്നൊരു പ്രത്യേകിച്ച് കാലം വരെ ഈ കേരള രാജ്യം ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു പ്രതിപക്ഷ നേതാവ് നമുക്ക് കിട്ടിയില്ല. എന്ത് നല്ല ഇവന് എതിർപ്പുണ്ടാവും.
അങ്ങനത്തെ ഒരു പ്രതിപക്ഷ നേതാവ്. വയനാട് തീർച്ചയായിട്ടും വലിയൊരു സംഭവമാണ് LDF തീർച്ചയായും. UDFിൻ്റെ കോൺഗ്രസ് വീടും അതേപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ വീട് മറ്റ് മുസ്ലിം ലീഗിൻ്റെ വീടെല്ലാം അമ്പരത്തിക്കൊണ്ടാണ് ഇപ്പം 25-ാം തീയതി പിന്നെ വീട് കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് വലിയൊരു നേട്ടമാണ്. വയനാട് പലതും പ്രചരിച്ച് പലതും ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് വീടുകൾക്ക് തറ പോലും ഉണ്ടാവില്ല വീട്ടിനെന്ന് പറഞ്ഞവർ ഇപ്പം ഞെട്ടുകയാണ്. 25-ാം തീയതി തെളിവ് സഹിതം അവർക്ക് എല്ലാവർക്കും കാണാനുള്ളൊരു സംഭവമായിട്ടാണ്. ഒരു തുടർഭരണം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ കേരളം ആര് ഭരിക്കുന്നതാണ് താങ്കൾ കരുതുന്നത്? തുടർഭരണം എന്തായാലും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം 10 കൊല്ലം ഭരിച്ചല്ലോ. 10 കൊല്ലം ഭരിച്ചതിൻ്റെ എല്ലാ ഘടികാര്യസ്ഥതയും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി സാറിന് വേറെ ആര് ഭരിക്കാൻ അങ്ങനെയല്ലേ വേണ്ടിയത്? എന്നാലേ ജനങ്ങൾക്ക് ശാശ്വത സ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 2 തവണത്തെ ഈ ഒരു ഭരണ കാലയളവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഭരണത്തെ പറ്റി കേരളം പുരോഗമനത്തിലല്ലേ ഉള്ളത്. ചെറുപ്പക്കാർക്ക് പണിയുണ്ട്, എത്ര PSCക്കാർക്ക് പാസ്സായി, അവർക്കൊക്കെ ജോലി കിട്ടി. കഴിഞ്ഞ മുന്നത്തെ കൊല്ലമൊക്കെ എങ്ങനെയാണ് PSC എഴുതിയിട്ട് ആൾക്കാർ പെൻഡിങ് ലിസ്റ്റിലേക്കാണ്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കി. ഇപ്പോൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പല രീതിയിൽ അപ്ലോഡ്. നമ്മൾ പാർട്ടി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാർട്ടി നമുക്ക് ഇവിടെ എല്ലാവർക്കും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് കാണുന്നുണ്ട് ജനങ്ങൾ. ഈ സൂര്യപ്രകാശം പോലെ സത്യസന്ധതകളാണ്. എൻ്റെ പാർട്ടി അങ്ങനെയൊന്നും പറയുന്നില്ല. ശരി, നമ്മളെ യൂത്തിനും കൂടിയിട്ട് ഒരു കൂടുതൽ തൊഴിൽ ഇതായിട്ടുള്ള ബന്ധപ്പെട്ട എന്താ യൂത്ത് വേറെ പല ഇതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊരു എന്താ പറയുക ഗവൺമെൻറ് ജോബോ അപ്പോൾ അത് ചെയ്ത് PSC പഠിച്ചിട്ട് കിട്ടുന്നതോ. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ കുറേ പഠിച്ച് കുറേ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു ഗവൺമെൻറ് പണി എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല. പിന്നെ അവർ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ കുറച്ചും കൂടി യൂത്തിനൊക്കെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വരണം നമ്മുടെ ഒരു അഭിപ്രായം. അത് ഇന്നതെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിലൊരു ഇതുവരെ ഭരിച്ച കണ്ടെടുത്തോളം ഇടതുപക്ഷമാണ് ഭരിച്ചത്. പക്ഷേ എല്ലാ മേഖലയിലും വ്യവസായ അല്ല പുരോഗമനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പുരോഗമന സംഗതികളൊന്നും നടന്നിട്ടില്ല കാര്യമായിട്ട്. ചില ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുപ്പിൻ്റെ നേട്ടങ്ങൾ പറയാൻ പറ്റും. മൊത്തത്തിൽ മുഖ്യമന്ത്രി കേരളത്തിൽ മൊത്തം വികസനം കൊണ്ട് ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് അത് ഒതുങ്ങി നിൽക്കുന്നത്. നമ്മളെ ആവശ്യം എന്ന് വെച്ചാൽ കേന്ദ്രത്തോട് അനുമാനമുള്ള ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വന്നാലേ കേരളത്തിനൊരു തനതായ ഒരു മാറ്റം ഉണ്ടാവും. കാരണം കേന്ദ്രത്തിൻ്റെ പല ബഡ്ജറ്റുകളും അല്ലെങ്കിൽ പല സംഗതികളും കേരളത്തിലേക്ക് അത് എത്തിപ്പെടുന്നില്ല. അത് രാഷ്ട്രീയമായ അങ്ങോട്ട് ഉള്ള വിരോധ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. പ്രതിയോഗികളായിട്ട് മാറുന്നതുകൊണ്ട് സാധാരണക്കാരന് കിട്ടുന്ന പല ഗുണങ്ങളും കിട്ടാതെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം മോദി പുതിയതായിട്ടുള്ള സാധാരണ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഈ തൊഴിലില്ലാത്ത മേഖലയിൽ പലതും കൊണ്ടുവന്നിട്ട് അതൊന്നും കേരളം ഇതുവരെ എയ്ഡ് ചെയ്തിട്ടില്ല. മറ്റ് സ്റ്റേറ്റിലൊക്കെ കിട്ടുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ കുറവാണ്. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം വെച്ചാൽ അവർ ഇതുകൂടെ ഭരിച്ചിട്ട് പലപ്പോഴും നമ്മൾ ഭരിച്ച് കണ്ടതാണ്. അവർ ഭരിച്ചു കഴിഞ്ഞാൽ അവർ ഒരു കോക്കായിട്ട് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു പറ്റം ആൾക്കാർ മാത്രമാണ് അതിൻ്റെ നേട്ടങ്ങൾ കൊയ്യുന്നു എടുക്കുന്നു എല്ലാം. പൊതുവേ നമ്മളിപ്പം 10 വർഷം മോദീൻ്റെ ഭരണത്തിൽ കണ്ട മാറ്റം അത് കേരളത്തിനും അനിവാര്യമായിട്ട് വരണം. അത് വരണേ ജനങ്ങളൊന്ന് മാറി ചിന്തിക്കുക. ഒരു തവണയെങ്കിലും BJP അധികാരത്തിൽ ഏറ്റി നോക്കുക. എന്നിട്ട് കേന്ദ്രത്തിൻ്റെ എങ്ങനെയുണ്ട് നമ്മളെ സമീപനം, എങ്ങനെയുണ്ട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ്. അടിസ്ഥാനമായ താഴെഘട്ടത്തിൽ ജനങ്ങൾക്ക് എന്തെല്ലാം മാറ്റം ചെയ്യാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ചിന്തിക്കട്ടെ. ഗവൺമെൻറ് കഷ്ടപ്പെട്ടിട്ട് ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുവന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിന്നെ ആരോഗ്യത്തിൽ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ചെയ്യുന്നത് ആരോഗ്യത്തിൽ ആ ആരോഗ്യമന്ത്രിനെ പറയുന്നതും തെറ്റാണ്. ഒരു ഡോക്ടറോ ആരെങ്കിലും ഒരു തെറ്റിപ്പറ്റിപ്പുണ്ടാവും. പക്ഷെ ആരോഗ്യമന്ത്രിക്ക് ഇതൊക്കെ കഴിയുമോ? ശരി, പിണറായി അടുത്ത് വരട്ടെ. ശരി, LDF തന്നെ തിരിച്ചു വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വികസനം തന്നെയാണ് മുഖ്യ അജണ്ടയായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പം മുണ്ടക്കൈ അതുപോലുള്ള ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായത് LDF ഭരണം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രതിപക്ഷ നേതാവിനെ പറ്റി എന്താ അഭിപ്രായം? പ്രതിപക്ഷ നേതാവെന്ന് വെച്ചാൽ നുണ പറയാനായിട്ടുള്ളൊരു നേതാവായിട്ടാണ് നമുക്ക് തോന്നിയത്. എന്ത് പറഞ്ഞാലും പഴയ കാലത്തുള്ള ഇല്ലാത്ത സംഭവങ്ങളാണ് ആൾ ഉയർത്തി കാണിക്കുന്നത്. അത്രയും വികസനമല്ലേ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ പെൻഷൻ കൂട്ടി. പിന്നെ 2 പെൻഷൻ ഉണ്ടല്ലോ. ഒന്ന് വാർദ്ധക്യ സ്ത്രീകൾക്ക് 1000 രൂപ വേറെ കൊടുക്കുന്നു. മറ്റേ പെൻഷൻ 2000 ആക്കി. പിന്നെ റോഡ് ഹൈവേ വികസനങ്ങൾ, ശക്തമായ മുനിസിപ്പാലിറ്റിയാണ്, ആരോഗ്യ മേഖല, എല്ലാം കൊണ്ടും LDF ആണ് നല്ലതെന്ന് തോന്നുന്നു. തുടർഭരണമാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ പെൻഷനും കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിനും റോഡിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും പല വികസനവും
ഈ LDF ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ ജീവിത നിലവാരം കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു മുമ്പാണെങ്കിൽ പല കാര്യത്തിനും പലയിടത്തും കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അതല്ല, ഇപ്പം എല്ലാം പെട്ടെന്ന് കാര്യങ്ങളെല്ലാം എവിടെ പോയാലും കാര്യങ്ങൾ ശരിയാകുന്ന രീതിയാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതി വരുമ്പോൾ LDF തന്നെ വരണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു കുറേ കാലങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ വടകരയിൽ തന്നെ ഇപ്പോൾ റോഡ് പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇട്ട റോഡാണ്. ഇപ്പം നല്ല വികസനം ഇതല്ലേ വരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള വികസനവും വരും. പ്രതിപക്ഷം ഓരോ ദിവസവും പറയുന്നത് ഓരോ കടമല്ല. വീഡിയോ ശേഷം പറയുന്നത് ഒന്ന് പറഞ്ഞാലൊന്ന് വേറൊന്നല്ല പറയുന്നത്. ഇന്ന് പറയുന്ന എല്ലാവരും വേറെ നാളെ പറയുന്നത്. പലത് പല രീതിയിലും പല മാറ്റിയിട്ടല്ല പറയുന്നത്. അപ്പോൾ അതെങ്ങനെ വിശ്വസിക്കും ജനങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ ഒരു വാക്കിൽ തന്നെ നിൽക്കണ്ട. അങ്ങനെ എല്ലാവരും നിൽക്കുന്നത് പല രീതിയിലും മാറിയില്ല സംസാരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിണറായി സർക്കാരിൻ്റെ ഭരണം തന്നെ വരണം. എന്നാലേ നമുക്ക് മുന്നോട്ട് എന്ത് ആനുകൂല്യം കിട്ടാനോ പെൻഷൻ കിട്ടാനോ പുതിയ പദ്ധതി വരാനോ കുടുംബശ്രീനെ മെച്ചപ്പെടുത്താനെല്ലാം പിണറായി സർക്കാരിൻ്റെ ഭരണം വന്നാലേ ശരിയാകും. തുടർച്ചയാണ് വേണ്ടിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും നമ്മൾക്ക് ഇതെല്ലാം നിൽക്കാൻ കഴിയുന്നതെല്ലാം ആ ഗുണം കൊണ്ട് തന്നെയാണ്. ഇവിടെ രണ്ടാൾ കൂടി വരുന്നതും ഇതുകൊണ്ടില്ല കച്ചവടം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ആൾക്കാർ കൂടി വരുന്നത്. ഇപ്പോഴും അവസ്ഥ 8 മണിക്ക് 7 മണിക്ക് കൂട്ടി പോകുന്നു. ആ അവസ്ഥ ഇപ്പം മാറി വരുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ചന്ത ആഴ്ചയിൽ സൺഡേ മാർക്കറ്റ് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. മറ്റുള്ള ദിവസങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറെ ആരും ഇല്ല ഇവിടെ വരിക്കാൻ. വേറെ ആരുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റേ ആരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ ഹൈവേ, വയനാട് ദുരന്തം, ഇത് മറ്റേ കൊറോണ, നിപ്പ, ഇതിനൊക്കെ തരണം ചെയ്തിട്ട് ഒരു ഇരട്ടച്ചക്കം തന്നെയാണ് ഇവിടെയുള്ള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. വേറെ അങ്ങനത്തെ ഒരു ഭരണം ഇനി ഉണ്ടാവില്ല. ഇത് ഇതിനെ തുടർന്ന് വരണം, നിർബന്ധമാണ്. കേരളത്തിലെ പിണറായി സർക്കാർ ഭരിക്കട്ടെ ആ സംശയമില്ലാത്ത കാര്യമാണ്. ജനങ്ങൾക്കൊക്കെ അതില്ല. ഇപ്പോൾ ഒരുപാട് ക്ഷേമ പെൻഷൻ, പിന്നെ മറ്റേ 35 വയസ്സ് മുതൽ 60 വയസ്സ് മുതൽ സ്ത്രീകൾക്ക് ഒക്കെ 600 രൂപ പെൻഷൻ ഉണ്ടായിട്ട് 18 മാസം നിർത്തിവെച്ച പ്രശ്നം. അത് മാത്രമല്ല, നമ്മളെ പ്രതിപക്ഷ നേതാവ് എന്നാണെങ്കിൽ അടിയും ഡൗട്ടുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. വെറും നുണയും അതൊക്കെ പറഞ്ഞാൽ വെറും നുണയില്ലാതെ ഒരു നല്ല വാക്ക് നമ്മളെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയുന്നില്ല. ഇത് വളരെ കണ്ടീഷൻ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഭരണമാണ് ഇപ്പോൾ ഉള്ളത്. അതെല്ലാം പോകും. മൂന്നാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത് വളരെ ഇപ്പോൾ അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിലെ വിഷയമാണ്. അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. രണ്ടാമത്തേത് സാമ്പത്തിക പ്രശ്നം, അതും പരിഹരിച്ചപ്പെട്ട്. ഇപ്പോൾ ഇവിടുത്തെ ഭരണതന്ത്രത്തിൽ നിന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. ജനങ്ങൾക്ക് എന്തെന്നാ പിണറായി സർക്കാരിനെ കൊണ്ടൊന്നും പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഇവർ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് വളരെ മോശമായ രീതിയിലേക്ക് അതുപോലെ ഘടന പോയിക്കൊണ്ടിരിക്കും. പ്രതിപക്ഷ നേതാവിനെ പറ്റിയിട്ട് എന്താ പറ്റി അദ്ദേഹത്തിലോ വിളിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് പറയുന്നില്ല. അയാൾക്ക് തന്നെ മനസ്സിലാവില്ല എന്തെല്ലാമൊക്കെ വിളിച്ച് പറയേണ്ടതെന്ന്. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് അധികാരത്തിൽ ഇനി വരുമെന്നുള്ളത്. അതുപോലെ വടകരനെ സംബന്ധിച്ച് പറയുമ്പോൾ വടകരയിൽ ഒരു LDF ഭരണം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? സാധ്യത അത് പറയാൻ പറ്റില്ല. അത് KK രമയാണല്ലോ ഇപ്പോൾ അധികാരത്തിൽ വീണ്ടും വരികയെന്ന് പറയുന്നു. പക്ഷെ നമ്മളെ CPM-നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നല്ലൊരു ഭരണാധികാരി ഒരു MLA ആയിട്ട് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. എല്ലാം വരേണ്ടത് തുടർഭരണം വരണം. അത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. അത് ഉറപ്പാണ്. അതാണ് നമ്മുടെ അഭിപ്രായം. അങ്ങനെയാണ്. ഏത് പാർട്ടി വന്നാലും അഴിമതിയുടെ പേരിൽ വന്ന് അങ്ങോട്ടൊന്നും പറയില്ല എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഇതുവരെയായിട്ടും ജനങ്ങൾക്ക് ഉപകാരം ഇപ്പോൾ പിണറായി സർക്കാർ വന്നിട്ട് തന്നെയുണ്ട്. ഏത് നിലയ്ക്ക് നോക്കിയാലും. പിന്നെ ബുദ്ധിമുട്ട് അത് സാധാരണക്കാരനും എല്ലാവർക്കും എപ്പോഴും ഉള്ള കാര്യം അല്ല. അത് പിന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഭരണത്തിന് കുറ്റമായിട്ട് കാര്യമില്ല. ഭരണം ഇപ്പോഴും ഭരണം നല്ല സൂപ്പർ ഭരണമില്ല. ഒരു കുഴപ്പമില്ല. എല്ലാം അല്ല, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഘട്ടഘട്ടമായിട്ട് ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ആ ചെയ്തുകൊണ്ട് വരുന്ന ഭരണങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. അത് പലരും തുറന്ന് പറയാൻ മടിയാന്ന് മാത്രം. സാധാരണക്കാരനായാലും ആരായാലും തുറന്ന് പറയാൻ മടിയാന്ന് മാത്രം. അല്ലാണ്ട് ഭരണത്തിനെ പറ്റിയൊന്നും നല്ല വിലയിരുത്തുന്ന ആൾക്കാർക്ക് ഒന്നും പറയാൻ പറ്റില്ല. വിമർശനങ്ങൾക്ക് ഒരർത്ഥമില്ല. കേരളം CPM ഭരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? CPM-ന് പുരോഗമനമുണ്ട് ഭരിച്ചിട്ട്. ഭരണത്തെ പറ്റി പറയണത് ദേശീയപാത വികസനം ഉണ്ട്. പിന്നെ പാവങ്ങൾക്ക് പെൻഷൻ പെട്ടെന്ന് കിട്ടാതെ ഇരുന്നിരുന്നു. പിന്നെ അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്നെ വരട്ടെ, പാവങ്ങളെ സഹായിക്കട്ടെ, തുടർഭരണം ഉണ്ടാവട്ടെ. കേരളത്തിൽ വീണ്ടും അടുത്ത വർഷം ഭരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ലോകത്തിനാകെ മാതൃകയായ രീതിയിൽ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും വ്യവസായ മേഖല, ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും
നല്ല രീതിയിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിൽ കേരളം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അടുത്ത വർഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടകരയിൽ MLA മാറി വരേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. കാരണം വികസനം മുരടിച്ചിരിക്കുന്നൊരു അവസ്ഥയാണിപ്പോൾ വടകര നിലനിൽക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വടകര വളരെ മോശമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വികസനം പല മേഖലയിൽ എത്താത്തൊരു വിഷയം ഇന്ന് നിലനിൽക്കുന്നുണ്ട് വടകരയിൽ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ MLA മാറി പുതിയൊരു MLA വരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഡായാലും വ്യാവസായിക മേഖല ആയാലും പെൻഷനായാലും വിദ്യാഭ്യാസമായാലും റോഡായാലും എല്ലാ മേഖലയിലും വീട്ടുകാർക്ക് 1000 രൂപ പെൻഷൻ 2000 ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകണമെങ്കിൽ ഇനി LDF ഭരിക്കണം. എല്ലാ മേഖലയിലും എല്ലാം കൊണ്ടും സർക്കാർ മുന്നേ നിൽക്കുന്നത്. അതുകൊണ്ട് LDF ഭരിക്കണം. ഇനി ഇടതുപക്ഷം തന്നെ ഭരിക്കും. കാരണം നല്ലൊരു നിലപാടാണ്. എല്ലാ മേഖലയും ജനങ്ങൾ അന്നൊന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരണം വന്നാലാണ് നമുക്ക് ഒരു ഈ എടുത്തു വെച്ച വികസനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിനെ സാധിക്കും. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഇനിയൊരു ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് LDF തന്നെയാണ്. വടകരയിൽ ഒരു LDF MLA വരും, നല്ലൊരു MLA വരും. ഞങ്ങൾ വികസനത്തിനെ പറ്റിയൊരു പുതിയൊരു MLA വടകര LDF നേരത്തെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം തുടർഭരണം എന്തായാലും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിൽ കാണുന്ന മാറ്റങ്ങൾ തന്നെ അതിന് പ്രധാന തെളിവാണ്. എൻ്റെ അഭിപ്രായം, ഞാൻ രാഷ്ട്രീയത്തിലൊന്നും വലിയാനില്ല, ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഇപ്പം ഇല്ല, ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പൊതുവെയുള്ള ഒരു അഭിപ്രായം ഞാൻ പറയാണ്, തുടർഭരണം നിർബന്ധമാണ്. കോൺഗ്രസ് വന്നുകൊണ്ട് കാര്യമില്ല, അല്ല ഒരു വന്നൊരു കാര്യമില്ല. ഇവിടെ കേരള സർക്കാർ ഇപ്പോഴുള്ള പിണറായി വിജയൻ സർക്കാർ ആണ് മുഖ്യമന്ത്രി വരേണ്ടത്. വന്നാണ് സാധാരണക്കാരനല്ല, ഗുണം നേതാക്കന്മാർക്ക്. പാർട്ടി ഞാമകളതല്ല, നല്ല വികസനം കാണുന്നുണ്ട് പുറത്തുനിന്ന്. കഴിഞ്ഞ മറ്റുള്ള സമയത്തേക്കാണ് വികസനമുണ്ട്. മാറ്റമുണ്ടോ സ്കൂളെല്ലാം? ഭക്ഷണത്തിലെല്ലാം മാറ്റം വന്നില്ലേ? വന്നിനി. അതിനൊക്കെ എന്താ പറയാനുള്ളത്? നല്ല ഭക്ഷണം, പിന്നെ ഗവൺമെന്റ് ഇതാക്കിയതല്ലേ വിദ്യാഭ്യാസ മന്ത്രി, ബുക്കെല്ലാം നേരത്തെ കിട്ടുന്നുണ്ട്. അത് ഉപകാരല്ലേ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലാസ്സിൽ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല ആളാ, എല്ലാവർക്കും നല്ല. കഴിഞ്ഞ സാമ്പാറും ചോറില്ലേ, ഇപ്പൊ നല്ല വെജിറ്റബിൾ ബിരിയാണി, റൈസ് അങ്ങനെയെല്ലാം വന്നില്ലേ. ഇലക്ഷൻ എല്ലാം വരാൻ പോന്നാ സർക്കാർ തന്നെ വന്നാൽ നല്ലതാന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. എന്താ വിജയം വരണം. എന്താ അങ്ങനെ പറയാൻ? അതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൊണ്ടും ഗുണം തന്നെയാണ്. പിന്നെ നമ്മളെ പെൻഷൻ്റെ കിട്ടുന്നുണ്ട്, 1-2000 കിട്ടുന്നുണ്ട്. കോൺഗ്രസ് വന്നാൽ കിട്ടൂല, അത് 100% ഉറപ്പാണ്. അടിയും തീരുന്നുണ്ട്. അതുപോലെ വടകരയിൽ ഒരു LDF MLA ഉണ്ടാവും തവണ കേട്ടത്. MLA LDF വരണം. കാരണം വെച്ചാൽ ഇവർ പറഞ്ഞ പോലെ ചുരൽമലയിലും അതുപോലെ ഇപ്പോൾ പിന്നെ മറ്റേ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള ഇത് തന്നെയാണ്, വരണമെന്ന് തന്നെയാണ്. ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വന്നേ, വികസനങ്ങൾ ഒരുപാട് വന്നേ, റോഡ്, പിന്നെ ആസ്പത്രി, സ്കൂള്, പിന്നെ പെൻഷൻ ഇതുവരെ കുടിശ്ശികയില്ലാണ്ട് പെൻഷൻ കൊടുത്ത്, അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ വർഗീയത ഇവിടെ ഇല്ല, നമ്മളെ കേരളത്തിൽ ഇപ്പം വർഗീയ സംഘടനയില്ല. അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ വീണ്ടും വരും. പിന്നെ സ്ത്രീകൾക്ക് സുരക്ഷയുള്ള ഒരു സർക്കാരാണ് LDF സർക്കാർ. അതുപോലെ വടകരയിൽ ഒരു LDF MLA ആവശ്യം, അതിനെപ്പറ്റി എന്താ പറയണ്ടത്? തീർച്ചയായിട്ടും വടകരക്കൊരു LDF MLA വേണം. നല്ല എല്ലാ കാര്യങ്ങളും LDF MLA ഉണ്ടെങ്കിലാണ് ഇവിടെ എല്ലാം നല്ലതായിട്ട് നടക്കും. അത് ഒരു പ്രശ്നങ്ങളില്ലാണ്. ഇത് കോൺഗ്രസിൻ്റെ കയ്യിലെല്ലാം കൊടുത്താൽ ഒരു എപ്പം നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കാണുന്നില്ലേ, ചാനലിൻ്റെ അകത്തെല്ലാം ഉന്തിത്തെറിച്ച് അടിയും പിടിയെല്ലാം കാണുന്നില്ലേ? ഇടതുപക്ഷത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ ഫേസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം LDF ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇതിപ്പം ഇടതുപക്ഷം വന്നാൽ മാത്രമാണ് കേരളം വർഗീയത ഇല്ലാണ്ട് പോകും. വർഗീയ ശക്തികളെ അവിടെ കൊണ്ടുവരാനേ പാടില്ല. എല്ലാവരും ഒരുപോലെ ഒന്നിച്ച് ജീവിക്കണം. ഈ നിയമസഭ നമ്മളെ നിയമസഭയിൽ എന്തായാലും LDF അധികാരത്തിൽ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഈ 10 വർഷത്തിനിടയിൽ ഒരുപാട് വികസന കാര്യങ്ങൾ ഈ LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ വനിതകൾക്കുള്ള വീട്ടമ്മമാർക്കുള്ള 1000 രൂപ, ഇങ്ങനെ 10 ലക്ഷം ആൾക്കാണ് ഇപ്രാവശ്യം ഈ അമ്മമാർക്ക് പൈസ കിട്ടുന്നത്, വീട്ടമ്മമാർക്ക്. അതുപോലെ തന്നെ 2000 രൂപ 60 ലക്ഷം ആൾക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ലൊരു വികസനം. അതുപോലെ തന്നെ നമ്മളെ വ്യാവസായികം, പിന്നെ നമ്മുടെ ടൂറിസം മേഖല, ഇങ്ങനെ കണ്ട എല്ലാ മേഖലയിലും
നമ്മളെ ആരോഗ്യം, വിദ്യാഭ്യാസം ഹൈടെക് കേരളം തന്നെ നമ്മളെ എല്ലാ വിദ്യാഭ്യാസ മേഖലയും ഹൈടെക് മേഖലയാക്കി. അതിന് ആരോഗ്യ മേഖല, എല്ലാ ആശുപത്രികളും നല്ല നിലയ്ക്ക്, നല്ല ബിൽഡിങ്ങുകളും നല്ല ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ കണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വികസനം കാര്യങ്ങൾ ഈ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും LDF തന്നെ ഈ അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. ഒന്നും പറയാൻ പറ്റൂല മോളെ, ആര് കിട്ടും എങ്ങനെ കിട്ടും എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മൾ കച്ചവടം ചെയ്തിട്ടുള്ള നല്ല ഇതുണ്ട്. നമ്മൾ മുനിസിപ്പാലിറ്റി 50,000 റുപ്യ തന്നിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്ത്. പക്ഷേ അതിപ്പം ഞാൻ വാങ്ങലില്ല, അത് ഞാൻ അടച്ച് കഴിഞ്ഞ്. നമ്മൾ പ്രായമെല്ലാമില്ലേ, പെൻഷനുണ്ട്, പെൻഷനില്ലാണ്ട് ഇടയിട്ടുണ്ട്. ഇനിയൊരു ഭരണം വന്നാൽ പെൻഷനും ഇല്ല, ഉണ്ടാവൂല എന്നുള്ളൊരിതുണ്ട്.